ധാരണാപത്രത്തിൽ ഒപ്പിട്ട ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ABVP PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തുടരെ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. അത് നമ്മൾ പലവട്ടം പ്രേക്ഷകർ കണ്ടതാണ്. എത്രമാത്രം ആത്മാർത്ഥതയോടെ നിങ്ങൾ സമരരംഗത്തുണ്ടായിരുന്നു, ഒടുവിൽ അത് നേടിയിരിക്കുന്നു. പ്രതികരണം. വളരെയധികം സന്തോഷമുണ്ട് ഈ സാഹചര്യത്തിൽ. കാര്യം PM ശ്രീ പദ്ധതി കേരളത്തിലെ സാധാരണക്കാരായ ഇവരുടെ മക്കൾക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊപ്പം നമ്മൾ ഈ 1500 കോടി രൂപയെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും ചർച്ചകളിലേക്ക് പോകാറുള്ളത്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് സഹിതം, കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ സഹിതം, അതേപോലെ അത്യാധുനിക സംവിധാനങ്ങൾ സഹിതം ഈ തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം ഉയരുന്നതിന് വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് കോൺഗ്രസ് സർക്കാർ പോലും അംഗീകരിച്ചു. രണ്ട് സംസ്ഥാനങ്ങളാണ് ഇതിനകത്ത് വിയോജിപ്പ് പറഞ്ഞത്, രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രം. ABP വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ചർച്ചകളിലെല്ലാം ഈ കാര്യത്തിൽ നിന്ന് ഒരു അണുവിട പോലും പിന്നോട്ട് പോകാതെ മുമ്പോട്ട് തന്നെ ഈ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സംഘടനയാണ്. കാര്യം ഒറ്റക്കെട്ടായി PM ശ്രീ നടപ്പാക്കില്ല എന്ന് KSU അടക്കം, AISF അടക്കം, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അഭിപ്രായപ്പെട്ട ചർച്ചയിൽ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി പുറത്തിറങ്ങി വന്ന് രണ്ടാമതൊരു ആശങ്കയ്ക്ക് ഇട കൊടുക്കാതെ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടഞ്ഞുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ നിരന്തരമായി എല്ലാ ജില്ലകളിലും, വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസ് മാർച്ച്, കോഴിക്കോട് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികളെയാണ് ക്രൂരമായി ഈ പിണറായി വിജയന്റെ പോലീസ് തല്ലിച്ചതച്ചത്. പക്ഷെ അതൊന്നും, അതായത് ശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച്, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ ഗുണ്ടകളെ ഉപയോഗിച്ച്, നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിനെ ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു വശത്ത് നടക്കുന്ന സമയത്ത് SFIയുടെ ഗുണ്ടകളെ ഉപയോഗിച്ച് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ EV പ്രസാദിനെ അതിക്രൂരമായി മർദ്ദിച്ച ചെറുപ്പക്കാരൻ 15 ദിവസത്തോളം അഡ്മിറ്റ് ആയിരുന്നു. ഈ വേദനയും യാതനയും എല്ലാം സഹിക്കുന്ന സമയത്ത് ABVPക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് നേടിയെടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ സമരം, പിന്നോട്ടില്ല. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി എന്തൊക്കെയാണോ ABVP അന്ന് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിപൂർണമായി അതിനെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഈ PM ശ്രീയിൽ ഒപ്പുവെക്കേണ്ടി വന്നു. ഒപ്പുവെക്കുന്ന സമയത്ത് പറയുന്ന ഒരു ന്യായീകരണമാണ് വിചിത്രം. 1500 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചത് പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ. കേന്ദ്രം എവിടെയാണ് തടഞ്ഞു വെച്ചത്? ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ 5 കോടി രൂപ വീതം ഒരു സ്കൂളിനെന്ന കണക്കിന് 336 വിദ്യാലയങ്ങളാണ് ഉന്നത നിലവാരത്തിലേക്ക് ഉയരുന്നത് ഈ കേരളത്തിൽ. യോഗ്യത നേടിയ 336 വിദ്യാലയങ്ങൾ. ആ തരത്തിൽ ഈ പണം പിടിച്ചു വെക്കുക അല്ല ചെയ്തത്. പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിടിച്ചു വെച്ച പണം തരാൻ എന്തോ കേന്ദ്ര സർക്കാർ, അതായത് ഒപ്പിട്ടാൽ പിന്നാലെ വരുന്ന പണം അത് ഒപ്പിടാതെ എങ്ങനെ കിട്ടും? അതെ. അല്ല, അതിനെക്കുറിച്ച് പറഞ്ഞത് അർഹതപ്പെട്ട പണം തടഞ്ഞു വെച്ചു, പിടിച്ചു വെച്ചു, അതിന് നിയമപരമായ മാർഗത്തിലൂടെ ഞങ്ങൾ ആ വഴിക്ക് നേടും, എന്നാലും PM ശ്രീയിൽ ഒപ്പുവെക്കില്ല എന്നൊക്കെ വിചിത്രമായ വാദമായിരുന്നു ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം ഇന്നിപ്പോ ABVP മറക്കുകയാണ്. കാര്യം വീണെടുത്ത് കിടന്ന് ഉരുളുന്ന നയം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകുന്ന ഈ വലിയ പദ്ധതിയുടെ ഭാഗമാകുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിനെ ABVP നിരുപാധികം സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, എല്ലാ ആശംസകളും നേരുന്നു. ഇത് നേരിട്ട് തന്നെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ജില്ലാ ഭാരവാഹികളടക്കം തിരുവനന്തപുരത്തെ ആളുകൾ ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ യാതനകളും വേദനകളും ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് ഒരു കടമയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട്, ഔദാര്യമല്ല, അതൊരു കടമയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് നിർബന്ധപൂർവ്വം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തിയതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ ഒരു തീരുമാനത്തെ ABVP നോക്കിക്കാണുന്നത്. സമര വിജയം എന്ന് തന്നെ ആവർത്തിക്കുന്നു ABVP. അവർ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് അതൊടുവിൽ സാധ്യമാകുന്നു. പ്രതികരിക്കുകയായിരുന്നു അരുൺ മോഹൻ, ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ.